ഒരു കൂട്ടം മത്സ്യകന്യകകൾ ജലകന്യകകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും നീന്തുകയും മത്സ്യകന്യകകളും മോശക്കാരല്ല, പക്ഷെ പലരും അങ്ങനെയാണ്. അധികാര ദുർവിനിയോഗവും ആശയവിനിമയത്തിന്റെയും സംഘാടനത്തിന്റെയും അഭാവം മൂലമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് പരസ്പരം സംവേദനക്ഷമതയുടെ അഭാവമാണ്. അത് വളരെ സങ്കടകരമാണ്. എന്നിരുന്നാലും സംവേദനക്ഷമതയുടെയും സഹാനുഭൂതിയുടെയും ഈ അഭാവം നശിപ്പിക്കാൻ ഒരു പക്ഷെ അത് നമ്മുടെ സ്വന്തം നമ്മയ്ക്കാൻ തിന്മയ്ക്കെതിരെ നമ്മൾ നടപടിയെടുക്കുന്നില്ലെങ്കിൽ എല്ലാം മത്സ്യകന്യകകളും ജലകന്യകകളും എന്നേക്കുമാകുന്നതുവരെ ഈ ശക്തികളെല്ലാം ഓരോ പൂർണ്ണചന്ദ്രനിലും നമ്മോടൊപ്പം അവസാനിക്കും. അതുകൊണ്ടാണ് ഓരോ പൂർണ്ണചന്ദ്രനിലും നമ്മുടെ അനിവാര്യമായിരിക്കുന്നത് നമ്മുടെ ശക്തിയും നിങ്ങൾ വളരെ സെൻസിറ്റീവ്. അതേ സമയം ജീവിതമൂകുകളും നിങ്ങളെ എല്ലാ വിധത്തിലും കൂടുതൽ ശക്തരുമാക്കിയിരിക്കുന്നു. കണ്ണുനിരും ഒരു പുതിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ജീവിതത്തിനായുള്ള ഒരു പുതിയ പ്രതീക്ഷയിൽ ഓരോ കണ്ണീരും ശുദ്ധതകളെയാം നിമാറാൻ നിങ്ങൾ പതിച്ചുരുക്കമോ നിരാശയോ നിങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾ ഇനി അനുവദിക്കില്ല. മർക്കാരെയും മുമ്പ് നിങ്ങൾ സ്വയമാദ്യമാലിംഗനം ചെയ്യാനും സ്നേഹിക്കാനും പഠിച്ചു. കാരണം നിങ്ങൾ ആദ്യം സ്വയവും സ്നേഹിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മറക്കാരെന്നങ്ങനെ ചെയ്യില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊരു മാതൃകവും മാതൃമകരാൻ കഴിയും. ജീവിതത്തിൽ വിലമറിക്കും പതിച്ചതിനാ നിങ്ങളൊക്കെ മനോഹരം സംവേദനം ക്ഷമതയുള്ളതുമായൊരു കുടുംബം ഒരിക്കലും ഉപേക്ഷിക്കരുത് പുതിയ ആശയങ്ങളും ലക്ഷ്യം